ഓക്കെ, നമ്മൾ ഇന്നലെ എടുത്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? മാത്തമാറ്റിക്കൽ റീസണിങ് അതിൽ നമ്മൾ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോക്കസ് ഏരിയ വെച്ചിട്ട് ഒരുപാടൊന്നുമില്ല ഈ ചാപ്റ്ററിൽ, കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കത് നന്നായിട്ട് പഠിക്കാം. എന്തായാലും ഫോക്കസ് ഏരിയ ഉണ്ടാവും കേട്ടോ, ഒരു സംശയമില്ല. ഇനി അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ആ ടോപ്പിക്ക് നമ്മൾ എക്സ്ട്രാ എടുക്കും. ഇപ്പം നമ്മൾ പഴയ ഫോക്കസ് ഏരിയ വെച്ചിട്ട് തന്നെ പോയാൽ മതി. അത് വെച്ച് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി പുതിയ ഫോക്കസ് ഏരിയ വരികയാണെങ്കിൽ എത്ര ഇമ്പോർട്ടൻറ്റ് സെക്ഷനൊക്കെ ഏകദേശം ഫോക്കസ് ഏരിയയിൽ പെട്ടിട്ടുണ്ട്. അപ്പം പിന്നെ അത് കൂടുതലായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. നമ്മൾ ഇന്നലെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ അല്ലേ, സ്റ്റേറ്റ്മെൻറ്റും കാര്യം അത് ഞാൻ ഈ ചോദിക്കുന്നില്ല, കാരണം അത് ഏകദേശം നമ്മൾ ഇന്നലെ തന്നെ കുറേ ഡിസ്കസ് ചെയ്തിട്ട് പോയതാണ്. മാത്തമാറ്റിക്കൽ റീസണിങ് ഓക്കെ, നമ്മൾ ഇന്നലെ നെഗേഷൻ എഴുതാനായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കോ നെഗേഷൻ കാണാൻ. അതിൻ്റെ ആ കണ്ടീഷൻ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ നമ്മൾ അല്ലേ? അതൊന്ന് എഴുതിക്കോളൂ ഓരോരുത്തർ, എല്ലാവരും എഴുതിക്കോളൂ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ പ്രോബ്ലംസ് ആണേ, പ്രോബ്ലംസ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് the negation. Write the negation of the following statements. Statements. അതിൽ ഫസ്റ്റ് പാർട്ട്, Chennai is the capital of Tamil Nadu. Chennai എഴുതിക്കോളൂ, അപ്പം എഴുതിക്കോളൂ. is the capital of Tamil Nadu. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, root 2 is not a complex number. Root 2 is not a complex number. All triangles are not equilateral triangles. Are not equilateral triangle. അടുത്തത്, അതിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ എഴുതാനുണ്ട്, അതും കൂടെ എഴുതും. ഇത് മതിയാവും, ഇത് മതി കേട്ടോ. ഒന്ന് പറഞ്ഞേനി ഇതിൻ്റെ ആൻസേഴ്സ്. ഫസ്റ്റ് പാർട്ട് എന്ത് എഴുതാനാ? നെഗേഷൻ എഴുതാനാണ് അല്ലേ? എങ്ങനെ നെഗേഷൻ എഴുതുക? എന്താ ശ്രീരാമ നെഗേഷൻ എന്ന് പറഞ്ഞാൽ? ശ്രീറാമെ കേട്ടില്ലേ നെഗേഷൻ?
എന്താണ് നെഗേഷൻ? നീ മനസ്സിലാക്കിയത് എനിക്ക് ഡെഫിനിഷൻ ഒന്നും കേക്കണ്ട. നീ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എന്താണ് നെഗേഷൻ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? നെഗറ്റീവ് പറഞ്ഞാൽ നോട്ട് എഴുതാം. പിന്നെ ഇറ്റ് ഈസ് ഫോൾസ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് എഴുതാം. ഓക്കെ. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഇല്ലെങ്കിൽ നോട്ട് ചേർത്ത് എഴുതാം, നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് ഒഴിവാക്കാം, അല്ലെ? അല്ലെങ്കിലോ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് വെച്ചിട്ട് തുടങ്ങിയിട്ട് എഴുതാം, അല്ലെങ്കിലോ ഇറ്റ് ഈസ് നോട്ട് ദി കേസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് എഴുതാം, അല്ലെ? അപ്പോ ഒന്നാമത്തിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു ഗോവിന്ദേ. ചെന്നൈ ഈസ് ദി ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. അങ്ങനെ പറയാം. ഓക്കെ. അപ്പോ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണല്ലോ, ഇതിനൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഒരു പേര് കൊടുക്കുന്നത് പി എ സ്മോൾ പി, ഇത് സ്മോൾ ക്യൂ, ഇത് സ്മോൾ ആർ, രണ്ട് കുത്തിട്ട് കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്നതാണെന്ന് മാത്രം. അപ്പൊ ഇനി ഒന്നാമത്തിന്റെ നെഗേഷൻ എങ്ങനെ സൂചിപ്പിക്കാൻ? നെഗേഷൻ പി. അപ്പൊ ചെന്നൈ ഈസ് നോട്ട് ദി ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്, അല്ലെ? ചേർത്ത് എത്ര എളുപ്പമാണ്. എന്താണ് ഇത് എക്സാമിന് ഷുവറാട്ടോ, ഏകദേശം എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ഇതാണ് നെഗേഷൻ. ഇതാണ് ഈസ് നോട്ട് ദി ക്യാപിറ്റൽ ഓഫ്, നോട്ട് ദി ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. ഓക്കെ. അല്ലെങ്കിൽ ഇതെങ്ങനെ എഴുതാൻ പറ്റും? അല്ലെങ്കിൽ ഇത് എങ്ങനെ എഴുതാൻ പറ്റും? ശ്രീറാം എങ്ങനെ പറയാം? ഈ നോട്ട് അല്ലെങ്കിൽ എങ്ങനെ ചേർത്ത് എഴുതുക? ഇറ്റ് ഈസ് ഫോൾസ് ഓർ നെഗേഷൻ പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചെന്നൈ. ചെന്നൈ എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്നുള്ളത് എല്ലാത്തിനും പറ്റുന്നത് തന്നെയാണ്. അത് ചേർക്കുന്നത് ഫസ്റ്റ് ആണ് ചേർക്കേണ്ടത് കേട്ടോ. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചെന്നൈ ഈസ് ദി, അവിടെ പിന്നെ ഇനി നോട്ട് ചേർക്കരുതേ, ഈസ് ദി ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്, ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. ഓക്കെ. അങ്ങനെ ഇനി ഇപ്പൊ രണ്ടെണ്ണം അല്ല സോറി ഒന്നാമത്തെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഇതല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുക, എങ്ങനെ എഴുതാം? ഞാൻ ചോദിക്കുന്ന ആള് പറയാം. ഒന്ന് പറഞ്ഞേ ഷിജിനെ, ഇതല്ലെങ്കിൽ. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്. അതെ. അത് എഴുതിയാലോ, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്. ഇവിടെ അല്ലേ? ഇടക്ക് ഇവിടുന്ന് പോകുന്നുണ്ടോ? അതുണ്ട്. അല്ല എഴുതിയതന്നെ പറഞ്ഞപ്പോ ചോദിച്ചതാ. പറഞ്ഞോ. ഞാൻ പറയുന്നു സമയം കളയല്ലേ മക്കളെ. നീ ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? പിന്നെ ഈ കാണുന്നില്ലേ ബോർഡൊന്നും? ഇനി ഏത് ടൈപ്പില? എന്താ കൺഫ്യൂഷൻ? ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ നോട്ട് ചേർത്ത് എഴുതുക, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്. അത് രണ്ടും എഴുതി കഴിഞ്ഞു. ഇത് രണ്ടും ഇത് കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഏതാ നീ?
ഒരു കേസ് കൂടി ഇല്ലേ? ഏതാണ്? ഏത്? അതൊക്കെ ഇതപ്പ അത് എഴുതിക്കണു, കണ്ടൂടെ? ഇതാ നെഗേഷപ്പി. ഇനി ഇതിന്റെ ആൻസർ പറയാം. അടുത്ത ടൈപ്പ് ഏതാണ്? ഏത് വെച്ചിട്ട് എഴുതുക? ഒന്ന് ഇറ്റ് ഈസ് വാസ് ദാറ്റ് ആണ്, അല്ലെങ്കിൽ നോട്ട് ചേർത്തിട്ടാണ്, അല്ലെങ്കിലോ ഞാൻ പറഞ്ഞുതരാം. ഷിജിന് കുറച്ചേരം ഇവിടെ അല്ലായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ദി കേസ് ദാറ്റ്. നിങ്ങള് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഓൺലൈൻ ക്ലാസ് കാരണം കുറച്ച് ലെങ്തിയാണ്. കാരണം ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോണത്. അപ്പോൾ അവിടെ നിങ്ങൾ അത്രക്കും അലേർട്ടായിട്ടിരിക്കണം. നിങ്ങൾ അശ്രദ്ധമായി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകൂല. ഞാൻ ചോദിക്കുമ്പോഴത്തേനും നിങ്ങൾ അത് അത്രക്കും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടാവണം. കാരണം നമ്മൾ അത്ര സമയം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോ ഞാൻ ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പറയാനുള്ള ഒരു ഇട വരുത്തരുത്. അപ്പൊ ഞാൻ പലപ്പോഴും ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ ഒന്നുകൂടി ചോദിക്കുക, എന്താ ടീച്ചറേ അപ്പൊ ഇതുവരെ ഇവിടെ ആയിരുന്നില്ലേ എന്നൊക്കെ തോന്നലുണ്ട് ഞങ്ങൾക്ക്. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയോ? അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ അലേർട്ട് ആയിക്കണം. ആ ഒറ്റ ടൈമിൽ തന്നെ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവണം. അപ്പൊ ഏത് വെച്ചിട്ടാണ് ഇനി എഴുതുക? മോഹസിൻ എന്ന് പറഞ്ഞേ. അതാണ്. ഇറ്റ് ഈസ് നോട്ട് ദി കേസ് ദാറ്റ് ചെന്നൈ ഈസ് ദി ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. ഷിജിൻ വേഗം ഉത്തരം പറയുന്ന ആളാണ്. പക്ഷെ ഷിജിന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ്. എങ്ങടാ പോയിനെ? പക്ഷെ അത് പറഞ്ഞില്ല. നോട്ട് എഴുതിക്കണോ ഇറ്റ് ഈസ് ഫോഴ്സ് ദാറ്റ് എഴുതിക്കണോ എന്നൊക്കെ ചോദിച്ചത് എന്നോട്. നോക്കണം. ബോർഡ് അത്രക്കും ഞാൻ പറഞ്ഞില്ല, അലേർട്ടായിരിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ തന്നെ ആൻസർ പറയണം. അങ്ങനെ ആവണം. അല്ലേ ഇപ്പൊ എന്താ? അത് ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നുമില്ലെങ്കിൽ നോട്ട് ചേർത്ത് എഴുതാം. ഇതിട്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിട്ടോ. എല്ലാം കൂടി എഴുതാൻ നിൽക്കല്ലേ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോഴ്സ് ദാറ്റ് തുടക്കത്തിൽ ചേർത്ത് എഴുതാം. അല്ലെങ്കിൽ ഇനി എല്ലാ പ്രോബ്ലത്തിനും ഏത് പറ്റും? ഇറ്റ് ഈസ് ഫോഴ്സ് ദാറ്റ് പറ്റും കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇറ്റ് ഈസ് നോട്ട് ദി കേസ് ദാറ്റ് വെച്ചിട്ടും എഴുതാം. ഇതാണ് നെഗേഷൻ എഴുതാനുള്ള 3 ടൈപ്പ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. 3 ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സജിം എന്ന് പറഞ്ഞ രണ്ടാമത്തെ. അതാ ഞാൻ പറഞ്ഞത്. നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് ഒഴിവാക്കിയാൽ അതിന്റെ നെഗറ്റീവ് ആവൂലേ? അങ്ങനെയാണേ. √2 is not a complex number. √2 is a complex number അല്ലേ? ആ നോട്ടാണ് ഒഴിവാക്കിയാൽ മതി. അത്രേ ആവശ്യമുള്ളൂ. നോട്ടാണ് ഒഴിവാക്കിയാൽ അതിന്റെ നെഗറ്റീവായി. അപ്പൊ √2 is a complex number. മൂന്നാമത്തെ. ഇനി ഇതിന്റെ മറ്റേത് എങ്ങനെ പറയാ? ഇറ്റ് ഈസ് ഫോഴ്സ് ദാറ്റ്. അപ്പോ നിങ്ങൾ നോട്ട് ഒഴിവാക്കരുത് കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് ഫോഴ്സ് ദാറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ √2 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ തന്നെ എഴുതണം. അവിടെ പിന്നെ മാറ്റം വരുത്തരുതേ. അതേപോലെ ഇറ്റ് ഈസ് നോട്ട് ദി കേസ് ദാറ്റ് √2 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. മൂന്നാമത്തത് വിവേക് പറഞ്ഞോ. ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതന്നെ. all triangles are equilateral triangles. എഴുതുന്നുണ്ടല്ലോ അല്ലേ? എഴുതട്ടോ. ഒപ്പം എഴുതുക. √2 ഈസ് എ കോംപ്ലക്സ് നമ്പർ എഴുതി. നമ്മൾ അടുത്ത നെഗേഷൻ ആണ് കേട്ടോ. അതൊക്കെ നെഗേഷൻ ആണ്. ഞാൻ ചിഹ്നിടാൻ മറന്നുപോയതാ. നെഗേഷൻ. ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നായിരുന്നു. അത് ഓൾ ട്രയാങ്കിൾസ് ആർ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോ അടുത്തതിലേക്ക് കിടക്കാം.
ഇത് എങ്ങനെയും എഴുതാം. ഇറ്റ് ഈസ് ഫോഴ്സ് ദാറ്റ് വെച്ചിട്ടും എഴുതാം. ഇറ്റ് ഈസ് ഫോഴ്സ് ദാറ്റ് വെച്ച് എഴുതുകയാണെങ്കിൽ നോട്ട് ഒഴിവാക്കരുത്, അത് ശ്രദ്ധിക്കുക. നോട്ട് ഒഴിവാക്കരുത്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്, അടുത്ത സെക്ഷനിലേക്ക് കിടക്കാണ്. എന്താണ് കോമ്പൗണ്ട്? ഇത് ശരിക്കും നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല കേട്ടോ, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാൻ വെറുതെ അത് എന്താണെന്നൊന്ന് പറയാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്? എന്തായിരിക്കും? എന്താ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം? എന്തായിരിക്കും ഗോവിന്ദ്? ഒരു ഏകദേശം എന്താ, നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടില്ലേ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാലൊക്കെ? പഠിച്ചിട്ടില്ലേ? അപ്പൊ എന്തായിരിക്കും കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്? ഗോവിന്ദേ അവിടെ അല്ലേ? ആ എന്നാ പറഞ്ഞോ, നിനക്കറിയുന്ന പോലെ പറഞ്ഞോ. കോമ്പൗണ്ട് അങ്ങനെയല്ല, കോമ്പൗണ്ട് തന്നെ മിശ്രിതാണ് അല്ലേ? അപ്പോ അതേപോലെ തന്നെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് രണ്ടോ അതിലധികമോ സ്റ്റേറ്റ്മെന്റുകൾ ചേർന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് പറയാ? കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ? A compound statement is a statement which can be broken into two or more statements using some connecting words like and, or, etc. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്നുമില്ല, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ടോ അതിലധികമോ സ്റ്റേറ്റ്മെന്റുകൾ നമ്മളെ ചില കണക്റ്റിംഗ് വേർഡ്സ് ഉണ്ട്, ആൻഡോ ഓറോ വെച്ച് കണക്ട് ചെയ്തിട്ട് എഴുതുന്ന ആ സ്റ്റേറ്റ്മെന്റ്സിന് പറയുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, എഴുതിക്കോളൂ. Compound statements are obtained by combining കൂട്ടിയോജിപ്പിക്കുക, combining two or more statements two or more statements using some connecting words, കണക്ട് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട് അല്ലെ, കണക്റ്റിംഗ് വേർഡ്സ് ലൈക്ക് ആൻഡ് വെച്ച് കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ, അല്ലെങ്കിൽ ഓർ വെച്ചിട്ടുള്ള ഓർ എക്സെട്ര. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന്? മനസ്സിലായല്ലോ? അതായത് ഒന്നുമില്ല, രണ്ടോ അതിലധികമോ സ്റ്റേറ്റ്മെന്റുകൾ ആൻഡോ ഓറോ വെച്ച് കണക്ട് ചെയ്ത് എഴുതുന്ന ആ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇനി ഈ രണ്ടോ അതിലധികമോ സ്റ്റേറ്റ്മെന്റുകൾ ചേർന്നത് എന്ന് പറഞ്ഞല്ലോ, അതിലെ ആ ഓരോന്നിനും പറയുന്ന പേരാണ് എന്ത്? കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അവിടെ കൂടെ എഴുതിക്കോളൂ. Here each statement is called
a component statement is called a component statement. Here, each statement is called a component statement. Okay? ഓക്കെ, അതായത് രണ്ടോ മൂന്നോ സ്റ്റേറ്റ്മെന്റുകൾ ചേർന്നതാണല്ലോ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. രണ്ടോ അതിലധികമോ, അതിലെ ഓരോന്നിനും പറയുന്ന പേരാണ് എന്ത്? കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അതായത് രണ്ടോ മൂന്നോ പറഞ്ഞില്ലേ, അതിലെ ആ ഓരോന്നിനും പറയുന്ന പേരാണ് എന്ത്? കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ അത് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഒരു എക്സാമ്പിളും കൂടി എഴുതിക്കോളൂ, എന്നാ പിന്നെ നമുക്കതൊരു സംശയം വേണ്ടല്ലോ. ഒരു എക്സാമ്പിൾ, അതായത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന് ഒരു എക്സാമ്പിൾ കേട്ടോ. ഓൾ ഇൻഡിജേഴ്സ് ആർ, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളൂ. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. compound statement. All integers are either even or odd. ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണോ ഗോവിന്ദേ? അല്ല, ഉറപ്പ്. അല്ല, അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി നോക്ക്. എന്താ അതിനർത്ഥം? എന്താ അതിന്റെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കറക്റ്റായി, ഇതിൽ എത്ര സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്? ഒന്നേ ഉള്ളൂ. ഓൾ ഇൻറ്റീജേഴ്സ് ആർ എയ്തർ ഈവൺ, എല്ലാ ഇൻറ്റീജേഴ്സും ഒന്നുമില്ലെങ്കിൽ ഈവൺ ആണ്, ഓർ ഓഡ് ആണെന്നല്ലേ ഉള്ളേ, അല്ലേ? അല്ലേ? അപ്പോ ഗോവിന്ദ എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതില്? ഒന്നേ ഉള്ളൂ. ഷിജിൻ എന്ന് പറഞ്ഞേ, ഒന്നേ ഉള്ളൂ ഇതില്. രണ്ടെണ്ണം ഉണ്ട്. ഓൾ ഇൻറ്റീജേഴ്സ് ആർ എയ്തർ ഈവൺ, ഒന്ന്. ഓർ ആണ് അവിടെ കണക്റ്റീവ് വേർഡ്. ഓൾ ഇൻറ്റീജേഴ്സ് ആർ എയ്തർ, നമുക്ക് എന്ത് പറയാം? ഓഡ് എന്ന് പറയാം. ഐദർ ഈവൺ ഓർ ഓഡ് എന്ന് പറഞ്ഞാല് ഈ ഇൻറ്റീജേഴ്സിന്റെ കാര്യം തന്നെയാണ് ഈ ഓടുമായിട്ട് പറയുന്നത്, അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഈവൻ, അല്ലെങ്കിൽ ഓഡ് എന്നാ പറയുന്നത്. ശരിയല്ലേ? ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ ഗോവിന്ദേ? ഒന്നല്ല. ആ, ഓക്കെ. അപ്പൊ ഇതാണെന്ത്? ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന് ഉദാഹരണം. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ, അത്രേ ആവശ്യമുള്ളൂ നമുക്ക്. ഇനി ഏതൊക്കെയാണ് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്? ശ്രീരാമു എന്ന് പറഞ്ഞേ, ഇതിലെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ? ഇവിടെ ഒന്നും ഇല്ല അല്ലേ? ഉണ്ടായി മതിയോ? ക്ലാസ്സിൽ ശ്രദ്ധിക്കണ്ടേ നേരെ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല ചീത്ത കേൾക്കും, അല്ലെങ്കിൽ ഇമ്പോസിഷൻ വരും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഞാൻ എന്താണ്? എന്താ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്?
ഈവൻ ഓർ ഓഡ്. അതിപ്പോ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതാ നീ ആ സെന്റൻസ് ആണ് വായിച്ചതല്ലേ? എന്താണ് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഇങ്ങനെ സമയം കളയുകയാണെങ്കിൽ നമ്മൾ ഈ 1 മണിക്കൂർ എങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ ഞാൻ പറയുമ്പോ തന്നെ നിങ്ങളത് അത്ര അലേർട്ട് ആയിരിക്കണം, മസ്റ്റാണ്. എന്താ വിവേക്, ഏതാ വരിക കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്? ഓൾ ഇന്റീജേഴ്സ് ആർ പോസിറ്റീവ്. ഓൾ ഇന്റീജേഴ്സ് ആർ പോസിറ്റീവ് എന്ന് അവിടെ ഉണ്ടോ? ഉണ്ടോ? ഓൾ ഇന്റീജേഴ്സ് ആർ പോസിറ്റീവ് എന്ന് ഇവിടെ ഉണ്ടോ? എവിടെയെങ്കിലും ഞാൻ എഴുതിക്കണോ? ഞാൻ എഴുതിയിട്ടില്ല. നീ എഴുതിക്കണോ? എന്താ അവിടെ എഴുതിയിട്ടുള്ളത്? എയ്തർ ഈവൺ. ഇതാണ് ഒരു കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് പി. അടുത്ത കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ഷിജിനെന്ന് പറഞ്ഞേ. ഓൾ ഇന്റീജേഴ്സ് ആർ ഐദർ ഓഡ്. ഓൾ ഇന്റീജേഴ്സ്. നിങ്ങൾ ഇവിടെ എത്രയും അലേർട്ട് ആയിരിക്കട്ടോ. ഞാൻ നേരത്തെ അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആർ എയ്തർ ഓഡ്. എയ്തർ എന്ന് വേണമെന്നില്ല, ഇനി വേണമെന്നുണ്ട് ചേർക്കണമെന്നൊന്നുമില്ല, കാരണം ഒറ്റൊന്നല്ലേ പറയുന്നുള്ളൂ. അപ്പൊ വെറുതെ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി? രണ്ടോടത്തും എയ്തർ എന്ന് കൊടുക്കാന്നില്ല, കാരണം ഒറ്റ സ്റ്റേറ്റ്മെന്റ് അല്ലേ പറയുന്നുള്ളൂ. ആർ ഓൾ ഇന്റീജേഴ്സ് ആർ. ഓർ അല്ലെങ്കിൽ അല്ലേ? അല്ലെങ്കിൽ ഓഡ് എന്നല്ലേ പറയുന്നത്? ഒന്നുമില്ലെങ്കിൽ ഈവൺ അല്ലെങ്കിൽ ഓഡ് എന്നാണ്. അപ്പൊ ഓൾ ഇന്റീജേഴ്സ് ആർ ഈവൺ എന്ന് പറയാം. പിന്നെ ഓൾ ഇന്റീജേഴ്സ് ആർ ഓഡ് എന്നും പറയാം, അല്ലേ? അത്ര പറഞ്ഞാൽ മതി. എയ്തർ അവിടെ ചേർത്താലും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത് ഓർ ആണ്, ശരിയല്ലേ? ഇതാണ് എന്ത് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്. ആ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റുകൾ ചേർന്നതാണ് എന്ത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്തതിലേക്ക് കൊടുക്കാം. ഇത് എഴുതിയോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ എഴുതണം കേട്ടോ, നോട്ട് എഴുതണേ. അടുത്തത് അടുത്ത സെക്ഷനാണ് കേട്ടോ. ഈ സ്പെഷ്യൽ വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഫ്രേസസ് എന്നാ പറയാ. അത് ശരിക്കും എക്സാമിന് ഇല്ല, എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ആൻഡ് വെച്ചിട്ടും ഓർ വെച്ചിട്ടുള്ളത്. അത് കൂടുതൽ എക്സാമിനൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഒന്നുമില്ല, കണക്റ്റിംഗ് വേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രം. ആൻഡ് വെച്ചിട്ടും ഓർ വെച്ചിട്ടുള്ളൂ ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, എക്സാമിനൊന്നും അങ്ങനെ ചോദിക്കാറുമില്ല, നമ്മുടെ ഫോക്കസ് ഏരിയയിലും ഇല്ല. ഓക്കെ, ഇനി അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇംപ്ലിക്കേഷൻസ് ആണ്. എന്താണ് ഇംപ്ലിക്കേഷൻസ്? ഇംപ്ലിക്കേഷൻ ഹെഡിങ് കൊടുത്തോളൂ. ഇംപ്ലിക്കേഷൻ. ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാല് കണ്ടീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇംപ്ലിക്കേഷൻസ് എന്ന് പറയാം. എന്താണ് പറയാ? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ആ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് ഈഫ് ദെൻ, പഠിച്ചു വെക്കുക കേട്ടോ, അത് ആവശ്യമുണ്ട്. ഈഫ് ദെൻ, പിന്നെ ഓൺലി ഈഫ്, അടുത്തത് ഈഫ് ആൻഡ് ഓൺലി ഈഫ്, എക്സെട്ര. ഇതൊക്കെയാണ് എന്ത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതിങ്ങനെ എഴുതിയാൽ മതി കേട്ടോ, നേരത്തെ അങ്ങനെ എഴുതിയാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. അല്ലാതെ ഒരുപാട് വേർഡ്സിൽ എഴുതണമെന്നൊന്നുമില്ല. ഓക്കെ, ഇതാണ് ഈ ഫ്രേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈഫ് ദെൻ, ഓൺലി ഈഫ്, ഈഫ് ആൻഡ് ഓൺലി ഈഫ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഫ്രേസസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതൊക്കെ ഫ്രേസസ് ആണ്, ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
എഴുതണേ, എൻ്റെ ഒപ്പം എഴുതണേ. അടുത്തത് ഇനി നമുക്ക് പറയാൻ പോകുന്നത് only if if അടുത്തതും if and only if. അടുത്തത് if and only if. ഇംപ്ലിക്കേഷൻസ് കേട്ടോ. എന്താണ് ഇംപ്ലിക്കേഷൻസ്? അപ്പൊ ഇതിന് ഒരു കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എഴുതി കാണിച്ചു തരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, അത്രേ ഉള്ളൂ. ഇഫ് ദെൻ വെച്ചിട്ട് വേറെ ഇതിൽ കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഒന്ന് ഞാൻ എഴുതാം. ആദ്യം ഇഫ് ദെൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതാം. എക്സാമ്പിൾസ് ഇഫ് ദെൻ വെച്ചിട്ടുള്ളത്. ഈഫ് ആർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഈഫ് ABCD is a parallelogram. Is a parallelogram. If ABCD is a parallelogram, then AB equal to CD. Then AB equal to CD. Okay. സജിമ, ഇതിലെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ആ, അറിയില്ല. ഇത് യഥാർത്ഥത്തിൽ എത്ര സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്? എത്ര സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ABCD ഈസ് എ പാരലോഗ്രാം. അടുത്തതോ AB ഈക്വൽ ടു CD. അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. അത് ഇഫ് ദെൻ എന്ന് പറയുന്ന ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫ്രേസ് ഉപയോഗിച്ച് എഴുതുന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതിന് രണ്ട് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണ് അപ്പൊ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ്? കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഏതൊക്കെ വരിക ശ്രീരാമേ? ഇതിനൊന്നത് പറഞ്ഞല്ലോ. കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ്? ഞാൻ പറഞ്ഞില്ലേ ഇത് തിയറി ചാപ്റ്റർ ആണ്, കാരണം അതിന് വേറെ ഒന്നുമില്ല. പക്ഷെ ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ശരിക്കും ഒന്നുകൂടെ പറയണമെങ്കിൽ പറഞ്ഞു തരാൻ ഒരു കുഴപ്പമില്ല. ശ്രീറാം അവിടെ എന്തോ ബിസിനസ് എടുക്കുന്ന എനിക്ക് തോന്നുന്നു. ഇല്ല, ഞാൻ ശ്രദ്ധിക്കണ്ടേ ക്ലാസ് തന്നെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതാവുമ്പോഴാണ് നമ്മൾ ഈ പ്രശ്നം. നമുക്ക് ഈ 1 hour എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ടൈമാണ്. അപ്പൊ നിങ്ങൾ അത് അത്രയും അലേർട്ടായിരിക്കണം. ഇവിടെ ഒന്നുമില്ല, ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇഫ് ദെൻ ഓൺലി ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ ഇംപ്ലിക്കേഷൻസ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല. ഫോക്കസ് ഏരിയയിൽ ഒന്നും പഠിക്കാനില്ല. പക്ഷെ ഈ ഇംപ്ലിക്കേഷൻസ് വെച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റെങ്കിലും ഞാൻ പരിചയപ്പെടുത്തണ്ടേ? അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഇഫ് ABCD ഈസ് എ പാരലോഗ്രാം, ഇത് കൊണ്ട് ഞാൻ ഒന്നും നിങ്ങളെ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഒരു ഇഫ് ദെൻ വെച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മാത്രം
വേറൊന്നും ഇതിന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, ഈതൻ വെച്ച് ഉള്ള ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ രണ്ട് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവില്ലേ? ഒന്ന് എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം, രണ്ടാമത്തതോ എ ബി ഈക്വൽ ടു സി ഡിയും. അപ്പൊ നമുക്ക് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെ എഴുതാ ശ്രീറാമേ? നീ ഇഫ് വേണ്ട, നീ ഏത് എഴുതിയാ മതി? ഒന്ന് എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. പിന്നെ ഇതാണ് ഒരു കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിന് പേര് കൊടുക്കാം പി എന്ന് അല്ലെങ്കിൽ ക്യൂ എന്ന് കൊടുക്കാം. അടുത്ത കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? എ ബി ഈക്വൽ ടു സി ഡി. അത്രേ ഉള്ളൂ, രണ്ട് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത് അപ്പൊ രണ്ട് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല കേട്ടോ, ഇതിലൊന്നും പഠിക്കാനില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ എഴുതാൻ മാത്രമേ ഉള്ളൂ, എഴുതാനല്ല, നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷേ നിങ്ങൾ ഈ പേരുകൾ ഇനി ഇൻ കേസ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്കൊന്ന് എഴുതാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കി തന്നതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഫോക്കസ് ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇനി വരാൻ പോകുന്നത്. ഇത്രയും എടുത്തത് ക്ലിയർ ആയിട്ടുണ്ടോ ഷിജിനെ? പിന്നെ എന്താ ഷിജിന്റെ അഭിപ്രായം? ശ്രീറാം അവിടെ എന്തെങ്കിലും പണിയെടുക്കുന്നില്ലേ? പറയരുത്, ഫ്രണ്ടാണ്. പറഞ്ഞോ, എന്തായിരിക്കും ഷിജിനെ? ഷിജിന് മിണ്ടുന്നില്ലല്ലോ, പേടിയാ? കേക്കുന്നില്ലേ? ഓക്കെ, ഒരു സെക്കൻഡ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ശ്രീറാം കേട്ടിട്ടുണ്ടാവും. അതടക്കട്ടെ. പിന്നെ ഗോവിന്ദേ മനസ്സിലായോ? ഇതില് കാര്യമായിട്ട് ഒന്നുമില്ല, മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഒന്ന് നെഗേഷൻ എഴുതാം. ഓക്കെ, അതാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉള്ളത്, ഫോഴ്സ് ചെയ്ത് പറഞ്ഞത്. ഇനി വരാൻ പോകുന്നതാണ് അടുത്തത് ഫോക്കസ് ഏരിയയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒറ്റ ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്, കഴിയാൻ പോവുകയാണ്. അടുത്തൊരു ഹെഡിങ് എഴുതി വെച്ചോളൂ. എന്താണ്? കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്. കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് എന്താണ് ഈ കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്? കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. എന്താണ്? ഇവിടെ ശ്രദ്ധിക്കാം. നമ്മുടെ ഇത് ശരിക്ക് if P then Q, if P then Q എന്ന് പറയുന്ന അതിന്റെ അതേ മീനിങ് ആണ് ഇതിനെന്നറിയോ? P implies Q. അതാദ്യം മനസ്സിലാക്കുക. എന്താണ്? if P then Qന്റെ അതേ മീനിങ് ആണ് ഇതിനുള്ളത്. P implies Q. ഓക്കെ, implies means gives എന്നാണ് ഉദ്ദേശിക്കുന്നത്. if P then Qന്റെ അതേ മീനിങ് ആണ് P implies Q എന്നുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് if P then Q എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കാം. തന്നിട്ട് അതിന്റെ കോൺട്രാപോസിറ്റീവ് എഴുതാൻ ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് if P then Q എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റീവ്. അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? അതാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നെഗേഷനും. കോൺട്രാപോസിറ്റീവ് ആണ് ഇനി എഴുതാൻ പോകുന്നത്. കോൺട്രാപോസിറ്റീവ് ഓഫ്
of the implication if P then Q. If P then Q. ബ്രാക്കറ്റിൽ P implies Q. ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എന്തായിരിക്കും? കോൺട്രാപോസിറ്റീവ് ഓഫ് if P then Q ന്റെ കോൺട്രാപോസിറ്റീവ് ശ്രദ്ധിക്കുക. Is contrapositive of if P then Q is if negation Q then negation P. ഒന്നുകൂടി പറയാം. if P then Q എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? if negation Q then negation P. ഞാൻ വിളിക്കാം. if P then Q എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ചോളുക. എന്താണ്? if negation Q then negation P. if എഴുതി, Qന്റെ നെഗറ്റീവ് എഴുതി, then എഴുതി, Pന്റെ നെഗറ്റീവ് എഴുതി. ഓക്കെ, അതാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇംപ്ലൈസ് വെച്ചിട്ടും പറയാട്ടോ. ഓർ നമ്മൾ എന്താ പറയാ? ദി കോൺട്രാപോസിറ്റീവ് ഓഫ് P implies Q വെച്ചിട്ട് എങ്ങനെ പറയാം? is negation Q implies negation P. P implies Q ന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? P implies Q ന്റെ കോൺട്രാപോസിറ്റീവ് negation Q implies negation P. ഇത് കാണാതെ പഠിച്ചോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് പഠിച്ചത് വേഗം. വിവേകെ പഠിച്ചോ? എന്താണ് നെഗേഷൻ ഓഫ് if P then Q is dash? negation Q. if പറയണം ആദ്യം. if പറയണം. if negation Q then negation P. yes. അത് നീ പ്രോബ്ലംസാ ചോദിക്കാട്ടോ, ഡെഫിനിഷൻ ഒന്നും അല്ല. ഇത് എഴുത്, നോട്ട്ബുക്കിലേക്ക് എഴുതട്ടോ. ഇനി അല്ലെങ്കിൽ P implies Q എന്നാ ചോദിക്കുക, അതിന്റെ നെഗേഷൻ ചോദിച്ചാൽ negation Q implies negation P. പഠിച്ചല്ലോ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. write down the contrapositive statements. Write down the contrapositive statements of the following statements. Contrapositive statements of the following statements. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ,
if a number is divisible by 3. If a number is divisible by 3. Sorry, by 3 alla, by 9. Then it is divisible by 3. Divisible by 3. റഫ് ആയിട്ടൊന്ന് എഴുതി നോക്കിക്കേ ഇതിന്റെ കോൺട്രാപോസിറ്റീവ്. ആക്ച്വലി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇതായിരിക്കും എന്ത്? പി. ശരിയല്ലേ? ഇതായിരിക്കും എന്ത്? പി. ദെൻ ക്യൂ ഏതായിരിക്കും? ഇതായിരിക്കില്ലേ? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. ഇതായിരിക്കും എന്ത്? ക്യൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം ഗോവിന്ദ്? ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എങ്ങനെ പറയാൻ പറ്റും? ഇതിന്റെ കോൺട്രാപോസിറ്റീവ് പറഞ്ഞോ. It is not the case a number is divisible by 9. അത് അല്ല, അങ്ങനെ പറ്റൂല, അങ്ങനെ പറ്റൂല. ഇറ്റ് ഈസ് നോട്ട് ദി കേസും ഇറ്റ് ഈസ് വാസ് ദാറ്റ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണ്? ഇഫ് പി ദെൻ ക്യൂ എന്നുള്ള ഫോമിലല്ലേ തന്നിട്ടുള്ളേ. അതിന്റെ നെഗേഷൻ, സോറി, അത് നെഗേഷൻ അല്ല, അതിന്റെ കോൺട്രാപോസിറ്റീവ് എന്താ? If negation Q then negation. അപ്പൊ ആദ്യം if ഇത്, ഇനി നെഗേഷൻ ക്യൂ പറഞ്ഞു. ഏതാണ് ക്യൂ എന്നറിയില്ല, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, കണ്ടല്ലോ, പറഞ്ഞോ. A number is not divisible by 9. A number is not, അതെ, if a number അങ്ങനെ തന്നെയാണ് തുടങ്ങുക കേട്ടോ. if it is എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. എന്താ it എന്ന് ആദ്യം പറയണ്ടേ? നമ്പർ അല്ലേ. if a number is നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ് ക്യൂ ഉള്ളത്. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും നെഗേഷൻ ക്യൂ. അപ്പൊ അത് ഇഫ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് നോട്ട് എന്ന് പറയില്ലല്ലോ. ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ ബൈ 3. പിന്നെന്താ ഗോവിന്ദേ? Then it is not divisible by 9. Then it is not divisible by 9. Okay. എന്താ ശ്രീരാമേ, മനസ്സിലായോ? ഇതൊന്ന് എഴുതിയെടുത്തേ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നോട്ടൊന്ന് കാണണം കേട്ടോ, വീഡിയോ ഒന്ന് ഓണാക്കേ. ഒരു ക്വസ്റ്റ്യനേ ചെയ്തിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ടോപ്പിക്ക്, ഈ ചാപ്റ്റർ കഴിയും കേട്ടോ. ഓഫാക്കട്ടെ, ഇത് പ്രസന്റേഷൻ ക്ലോസ് ചെയ്യാം.